ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഇതൊരു ഫിഷ് ബിരിയാണി റെസിപ്പിയുടെ വീഡിയോ മാത്രമല്ല, നല്ല ബിരിയാണി ഉണ്ടാക്കാനുള്ള കുറച്ച് ടിപ്സും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ചില്ലറ ടിപ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിരിയാണി ഒന്നുകൂടി അടിപൊളിയാക്കാം. മാത്രമല്ല, നമ്മൾ ഇന്നിപ്പോൾ ബിരിയാണി ദം ചെയ്തിട്ടുള്ളത് മൺചട്ടിയിലാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫിഷ് ഞാൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത ഫിഷാണിത്. നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ കുറച്ചധികം സമയം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഏത് മീനായാലും എടുക്കാം. ഇതിപ്പോൾ ആവോലിയാണ്. ഏത് മീനായാലും കുഴപ്പമില്ല. കുറച്ച് ദശക്കട്ടയുള്ള ഏത് മീനും എടുക്കാം. നമ്മൾ സാധാരണ മീൻ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവണം. കാരണം നമ്മൾ ബിരിയാണിയിൽ കിടന്നിട്ടൊന്നും പിന്നെ ഇതിന് വേവാനുള്ളൊരു സമയമില്ല, ഫിഷ് ആയതുകൊണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നന്നായിട്ടൊക്കെ തിരിച്ചും മറിച്ചിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ആ സമയം കൊണ്ട് റൈസ് റെഡിയാക്കി എടുക്കുകയാണ്. ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടും നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുത്ത്. അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ സമയത്ത് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അണ്ടിപ്പരിപ്പില്ല, മുന്തിരി മാത്രമേ ഉള്ളൂ. ഇനി അത് രണ്ടും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ബിരിയാണിയുടെ ടേസ്റ്റിനെ അത് ബാധിക്കുകയൊന്നുമില്ല. പിന്നെ ഉള്ളത് ക്യാരറ്റാണ്. ഇതൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ സാധാരണ ക്യാരറ്റ് മിക്കവാറും ചേർക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ നെയ്യിൽ വഴറ്റിയിട്ടല്ല ചേർക്കാറ്. വെറുതെ നമ്മൾ ആ അരിയിലിട്ട് വേവിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് പകരം ഇതുപോലെ നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല, നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ള ഈ ബാക്കി വരുന്ന നെയ്യിൽ തന്നെയാണ് നമ്മൾ ഇനി റൈസ് വേവിക്കുന്നത്. അപ്പോൾ ശരിക്കും റൈസിന് ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും കൂടിയും കിട്ടും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കോരി മാറ്റി വയ്ക്കുക. പിന്നെ ഇടുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് അരിഞ്ഞത് ഏകദേശം 1 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിനയില ഇല്ല, മല്ലിച്ചപ്പ് മാത്രമേ ഉള്ളൂ. അതും ഇതുപോലെ തന്നെ നെയ്യിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ മസാലയിലേക്ക് ഇടുന്നതെങ്കിൽ മസാലയുടെ ടേസ്റ്റ് തന്നെ മാറും. നല്ല അടിപൊളി ടേസ്റ്റായി വരും. അപ്പോൾ ഇത് വേറൊരു ടിപ്പാണ്. അതും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നമ്മളിപ്പോൾ 1 കപ്പ് മല്ലിച്ചപ്പ് ഇട്ടിട്ട് കോരിയെടുക്കുമ്പോൾ ആകെ 1 ടീസ്പൂണേ ഉള്ളൂ. അപ്പോൾ അത്രയൊന്നും ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക റൈസിന് വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 2-3 കഷ്ണം ചെറിയ പട്ട ഇട്ട് കൊടുക്കുക. അതുപോലെ ഗ്രാമ്പൂ, പിന്നെ ഏലക്കായ. സാധാരണ നമ്മൾ നെയ്ച്ചോറിന് ഇടുന്നത് തന്നെ. നമ്മൾ 1.5 കപ്പ് അരി കൊണ്ടാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഓൾ സ്പൈസസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഇട്ടത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കൈകൊണ്ട് തന്നെ നുള്ളിയിട്ടാണ് കാണിച്ചു തരുന്നത്, സ്പൂൺ കൊണ്ടൊന്നുമല്ല. ഒരൊറ്റ നുള്ള് മതി. അത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ നെയ്യിലിട്ട് തന്നെ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും കിട്ടും. പിന്നെ നല്ലൊരു കളറും ഉണ്ടാവും. എന്തായാലും മഞ്ഞ കളറ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടത്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എത്ര അരിയുണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ ജീരകശാല റൈസാണ്. 1.5 കപ്പ് അരി കൊണ്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം എടുത്തു. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഒരു ടിപ്പ് തന്നെയാണ്. ഈ റൈസിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയിലേക്ക് വേണ്ടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് 1 ടീസ്പൂൺ ഈ റൈസിലേക്കും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ നന്നായി വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അരി കഴുകി വെള്ളം ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിനറിൽ വാർത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊന്നും ഇട്ട് കൊടുക്കാനൊന്നുമില്ല. ഈ വെള്ളം വറ്റുന്നതോടുകൂടി ഈ റൈസും വേവും. അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങി. ഇനി ഇങ്ങനെ തന്നെ നിർത്തരുത്, ലോ ഫ്ലെയിം ആക്കി വെക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് വെള്ളം വറ്റും, പക്ഷേ റൈസ് വേവില്ല.
ഇപ്പോൾ ഇതാ കണ്ടോ, ഒരു 5 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചപ്പോൾ റൈസൊക്കെ നന്നായി വെന്ത് ഒന്നൊന്നിൽ തൊടാതെ നല്ലൊരു ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ മസാല ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ പൊരിച്ച അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതും ഇതിന് ഉപയോഗിക്കുക കേട്ടോ. എനിക്ക് എണ്ണ ബാക്കി ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ വേറെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ പോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഞാനിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് തീരെ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ചത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ കടിക്കുന്ന ആ പരുവമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒരുമിച്ചാണ് പേസ്റ്റ് ആക്കിയത്. അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിൻ്റെയും ആ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മളൊരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കുക. അപ്പം അങ്ങനെ അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരും. തുറന്നതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ 2 പഴുത്ത തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. മാത്രമല്ല 2 തക്കാളി തന്നെ എടുക്കുക. കാരണം മീനിൽ നമുക്ക് പുളിയൊക്കെ ചേർക്കണമല്ലോ ശരിക്കും മീൻ കറിയൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പുളിയൊന്നും ചേർക്കണില്ലല്ലോ. അതുകൊണ്ട് തക്കാളിയുടെ ഒരു പുളി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മീനേ ഉള്ളെങ്കിലും 2 തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കുഴഞ്ഞ് വന്നോളും. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യിൽ വഴറ്റിയ മല്ലിച്ചപ്പാണ്. മാത്രമല്ല ഈ മല്ലിച്ചപ്പ് ഇട്ടോടുകൂടി നെയ്യ് നന്നായിട്ട് അതിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മസാലയിലൊന്ന് കിടന്നോട്ടെ, നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിച്ചപ്പ് വേവാനൊന്നുമില്ലല്ലോ. ഈ സമയത്താണ് നമ്മളിതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. മീൻ പൊരിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ മസാലയിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വേറെ പൊടികളൊന്നും ഇടണ്ട കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വീട്ടിലുണ്ടാക്കിയ മസാല ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗരം മസാല, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല. ബിരിയാണി മസാലയാണുള്ളതെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല. മുളകോ മല്ലിയോ ഒന്നും വേറെ ചേർക്കണില്ല. മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണല്ലോ. ഏറ്റവും അവസാനം ഒരു നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. മീനാകുമ്പോൾ കുറച്ചൊരു പുളി ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു നാരങ്ങയുടെ മുഴുവൻ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തു. ഇതോടുകൂടി നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു മൺകലം എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് മൺകലമാണ് കേട്ടോ. ഒന്ന് മയക്കിയിട്ടുണ്ട്, അല്ലാതെ വേറെ കറികളൊന്നും വെച്ചിട്ടുള്ള കലമല്ല. ആയാലും കുഴപ്പമൊന്നുമില്ല, മൺചട്ടി ആയാൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയോ നെയ്യോ എന്തായാലും മതി. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മൊത്തം മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ 2-3 കഷ്ണങ്ങൾ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫോട്ടോ ഒന്നും എടുക്കണില്ല എങ്കിൽ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഉടയാതെ നോക്കണം കേട്ടോ. ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ ആ മസാലയിലൊക്കെ അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ ആക്കി വെക്കുക. മസാല അടിയിലും മീൻ മുകളിലും ഇങ്ങനെ ആവുന്ന രീതിയിൽ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഈ മീൻ മുകളിൽ വെക്കുന്നത് ഞാനൊരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നിർബന്ധമില്ല. ഈ 4 കഷ്ണങ്ങളും ശരിക്ക് ആ മസാലയിൽ തന്നെ ഇട്ടാൽ മതി. അപ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവറൊക്കെ റൈസിന് കിട്ടുക. ഞാനിപ്പോൾ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് താഴെ ഇട്ടു, കുറച്ച് മുകളിലും ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച സാധനങ്ങളുണ്ടല്ലോ, അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അതുപോലെ ഫ്രൈഡ് ഓണിയൻ, ക്യാരറ്റ്, പിന്നെ കുറച്ച് ഫ്രഷ് മല്ലിച്ചപ്പും മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് നെയ്യിൽ വഴറ്റിയത് തന്നെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനതിപ്പോൾ നേരത്തെ മൊത്തം അതിലേക്ക് ഇട്ടു, അത് ബാക്കി ഉണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നെയ്യ് അത്യാവശ്യം റൈസിലുണ്ടാവും, എന്നാൽ പോലും കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് ഇതാ അടച്ചു വെച്ചു. ഇനി ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അത്രയും മതി. അതാ നമ്മുടെ ബിരിയാണി. ഒരു 5 മിനിറ്റാണ് നമ്മൾ ഫ്ലെയിമിൽ വെക്കണമെങ്കിലും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോഴാണ് ശരിക്കും റൈസിലേക്കൊക്കെ ആ ഫിഷിൻ്റെ ഫ്ലേവർ ഒന്ന് കയറുള്ളൂ. മുകളിലും താഴെയും ഫിഷ് ഇട്ടത് കൊണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക് ഉണ്ടാവുക. ഞാനത് ദമ്മൊക്കെ പൊട്ടിച്ചു. മീൻ കഷ്ണങ്ങളൊക്കെ മാറ്റി വേറെ സൈഡിലേക്ക് വെച്ചിട്ട് റൈസ് ഇതാ ഇളക്കി. അടിപൊളി റൈസാണ് കേട്ടോ, മഞ്ഞളൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്